പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ ഒരു ആയത്തിനെ കുറിച്ചാണ്. ഈ മഹത്തായ ആയത്ത് വെള്ളിയാഴ്ച ദിവസം അസർ നിസ്കാരത്തിന്റെ ശേഷം 70 പ്രാവശ്യം പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. നമ്മളെ പ്രാർത്ഥനക്ക് അള്ളാഹു ഇജാബത്ത് നൽകുമെന്ന് വലിയ ആരിഫീങ്ങൾ, വലിയ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് അത്ഭുതകരമായ ആയത്തെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങൾ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ സർവ്വ ആഗ്രഹങ്ങളും ഹാജത്തുകളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. ഹംദ് പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതിവിടണം. ആരൊക്കെയാണ് ഹംദ് പറഞ്ഞത് എന്ന് ഉസ്താദിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ മുത്തുമുഅ്മിനീങ്ങളോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അഥവാ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് അബ്ആദ് സുന്നത്തുകൾ മറന്നു കഴിഞ്ഞാൽ സലാം വീട്ടുന്നതിന്റെ മുമ്പ് 2 സുജൂദ് ചെയ്യാറുണ്ട്. ആ സുജൂദിന്റെ പേരെന്താണ്? നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് കുനൂത്ത് മറന്നാൽ, 1ാമത്തെ അത്തഹിയാത്ത് മറന്നാലൊക്കെ ഒരു സുജൂദ് ചെയ്യണം സലാം വീട്ടുന്നതിന്റെ മുമ്പ്. ആ 2 സുജൂദിന് പറയുന്ന പേരെന്താണ്? അറിയുന്നവരൊക്കെ ഒന്ന് കമന്റിൽ എഴുതി വിടുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പറയുന്നത് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അസർ നിസ്കാരത്തിന്റെ ശേഷം ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്ത് 70 പ്രാവശ്യം പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ആയത്ത് ഏതാണ് എന്നതിനെ കുറിച്ചാണ്. നമ്മൾക്കറിയാം, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളുടെ നേതാവാണ്. വെള്ളിയാഴ്ചയെ കുറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സയ്യിദുൽ അയ്യാം. വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളുടെ നേതാവാണ്. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച പ്രത്യേകം കുളിക്കൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച പ്രത്യേകമായി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ സുന്നത്താണ്. വെള്ളിയാഴ്ച 3 പ്രാവശ്യം സൂറത്തുൽ കഹ്ഫ് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. വെള്ളിയാഴ്ച ദിവസം ധാരാളം സ്വലാത്ത് ചൊല്ലാൻ മഹാന്മാര് നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പുരുഷന്മാർക്ക് നേരത്തെ പള്ളിയിൽ പോകൽ സുന്നത്താണ്. സ്ത്രീകൾക്ക് വെള്ളിയാഴ്ച ജുമുഅ പള്ളിയിലേക്ക് പോകേണ്ടതില്ല. സ്ത്രീകൾ വീട്ടിൽ ളുഹ്ർ നിസ്കരിക്കുകയാണ് വേണ്ടത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അങ്ങനെ വെള്ളിയാഴ്ച ഒരുപാട് സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച പ്രത്യേകം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്രാർത്ഥനക്ക് അള്ളാഹു ഇജാബത്ത് നൽകും. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ദിവസം ധാരാളം സ്വതക്കകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലെ യാസീൻ സൂറത്ത്, സൂറത്തുൽ ദുഹാന്, സൂറത്തുൽ ഹൂദ്, ഇതൊക്കെ പ്രത്യേകമായി നാം പാരായണം ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ജുമാ നിസ്കാരമൊക്കെ കഴിഞ്ഞു, ളുഹ്ർ നിസ്കാരമൊക്കെ കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു, നമ്മൾ വിശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അസർ നിസ്കരിക്കുക ചെയ്യാറ്. അങ്ങനെ അസർ നിസ്കാരം കഴിഞ്ഞാൽ അവിടെ നിന്ന് പെട്ടെന്ന് എണീറ്റ് പോകാതെ ഖുർആനിലെ അത്ഭുതകരമായ ഒരു ആയത്ത് 70 പ്രാവശ്യം പാരായണം ചെയ്തുകൊണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു എന്ത് ചോദിച്ചാലും നൽകുമെന്നാണ് മഹാന്മാര് പറയുന്നത്. മഹാന്മാര് പറയുന്നത് ഇങ്ങനെയാണ്, മൻ ഖറഅ ആയത്തുൽ കുർസി. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണ് സൂറത്തുൽ ബഖറ. ആ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്താണ് ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസി വെള്ളിയാഴ്ച ദിവസം അസർ നിസ്കാരത്തിന്റെ ശേഷം ഒരാൾ 70 മറത്തൻ 70 പ്രാവശ്യം പാരായണം ചെയ്തു. ഫീ ഖൽവത്തിൻ, ആരുടെയും ശല്യമില്ലാത്ത ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന്. അങ്ങനെ 70 പ്രാവശ്യം പാരായണം ചെയ്താൽ കഫാഉല്ലാഹു ഹമ്മദ് ദുനിയാ വൽ ആഖിറ, അവന്റെ ദുനിയാവിലെ ടെൻഷനുകളും ദുനിയാവിലെ പ്രയാസങ്ങളും ദുനിയാവിലെ ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റി കൊടുക്കുകയാണ്. മാത്രമല്ല പരലോകത്തെ നമ്മുടെ ടെൻഷനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരും. ഖബറിൽ അള്ളാഹു രക്ഷ നൽകും, പരലോകത്ത് അള്ളാഹു രക്ഷ നൽകും, ഹിസാബിന്റെ സമയത്ത്, വിചാരണ സമയത്ത് അള്ളാഹു നമ്മൾക്ക് രക്ഷ നൽകും. അതുപോലെ സിറാത്ത് പാലം വിട്ടുകടക്കുന്ന സമയത്ത്
സമയത്ത് അള്ളാഹു നമ്മൾക്ക് രക്ഷ നൽകുകയാണ്. അതോടൊപ്പം തന്നെ ദുനിയാവിൽ നമുക്ക് ഒരുപാട് ടെൻഷനുകളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. വീടിന്റെ കാര്യം ആലോചിച്ച്, മക്കളുടെ കാര്യം ആലോചിച്ച്, ജോലിയുടെ കാര്യം ആലോചിച്ച്, കടത്തിന്റെ കാര്യം ആലോചിച്ച്, ഈ ടെൻഷനുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 70 പ്രാവശ്യം ഓതിയ ആയത്തുൽ കുർസിയുടെ ബർക്കത്ത് കൊണ്ട് നീക്കി തരുമെന്നാണ് മഹാന്മാര് പറയുന്നത്. മാത്രമല്ല അല്ലാഹു ലഹു അബ്വാബൽ ഖൈറാത്ത്, ഖൈറിന്റെ നന്മയുടെ കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് തുറന്നു കൊടുക്കുമെന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, നന്മയുടെ കവാടങ്ങൾ നമ്മളെ വീട്ടിലേക്ക്, നമ്മളെ ജീവിതത്തിലേക്ക് അല്ലാഹു തുറന്നു തന്നു കഴിഞ്ഞാൽ നമ്മളെ ജീവിതം വെച്ചടി കയറ്റം, അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ ബറക്കത്തും സന്തോഷവും നൽകുമെന്നല്ലേ അതിന്റെ അർത്ഥം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ച ആഴ്ചയിൽ ഒരൊറ്റ ദിവസമുള്ളൂ ഈ ഭാഗ്യം ലഭിക്കുക. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി എല്ലാവരും വെള്ളിയാഴ്ച അസ്ർ നിസ്കാരത്തിന്റെ ശേഷം 70 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അവന്റെ പ്രാർത്ഥനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് നൽകുമെന്നാ പറയുന്നത്. നമ്മൾ എന്ത് ചോദിച്ചാലും ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അതിനെന്ത് വേണം? ദുആ ചെയ്യുന്നതിന്റെ മുമ്പ് വെള്ളിയാഴ്ച അസ്ർ നിസ്കാരത്തിന്റെ ശേഷം 70 പ്രാവശ്യം ഒരാളുടെയും ശല്യമില്ലാതെ, വെറുതെ അനാവശ്യമായി സംസാരിക്കാതെ 70 പ്രാവശ്യം ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് അള്ളാഹുവിനോട് ചോദിക്കുക. നമ്മളെ പ്രാർത്ഥനക്ക് അള്ളാഹു ഇജാബത്ത് നൽകുമെന്ന് അള്ളാഹിനെ കുറിച്ച് പഠിച്ച, അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കിയ ആരിഫീങ്ങളാണ് അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്റെ പ്രിയമുള്ളവരെ, അത്രയും പവർ ഉള്ളതാണ് ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. ആയത്തുൽ കുർസി വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ പാരായണം ചെയ്യാൻ ഹബീബായ തങ്ങള് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നീ ഒരു മുസ്ലിമാണോ, നീ ഒരു മുഅ്മിനാണോ, എല്ലാ ദിവസവും ആയത്തുൽ കുർസിയുമായി നമ്മൾ ബന്ധപ്പെടേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും, ളുഹറിന്റെ ശേഷം, അസറിന്റെ ശേഷം, മഗ്രിബിയുടെ ശേഷം, ഇശാഇന്റെ ശേഷം, സുബ്ഹിന്റെ ശേഷം, ഇങ്ങനെ 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലാനുള്ള ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലിയതിനു ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തടസ്സം മരണം മാത്രമാണ്. അഥവാ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഇത് ക്ലാസ് എടുക്കുന്ന ജാബിർ ദാരിമി അല്ല പറയുന്നത്, സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ, ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹുവിന്റെ വഹി ലഭിക്കാതെ അള്ളാഹുവിന്റെ റസൂൽ ഒന്നും പറയാറില്ല. ആ മുത്തുനബിയ പറയുന്നത്, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി പ്രത്യേകം പാരായണം ചെയ്യണം. അങ്ങനെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി നമ്മൾ പാരായണം ചെയ്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു മലക്ക് നമ്മളെ കൂടെ ഉണ്ടാകുന്ന പറയുന്നത്. ഒരു മലക്കിനെ നമ്മൾക്ക് പ്രൊട്ടക്ഷനായി അള്ളാഹു ഏൽപ്പിക്കും. പിന്നെ ഒരാളുടെയും കാവൽ നമ്മൾക്ക് വേണ്ട. കാരണം ഏറ്റവും വലിയ കാവൽ എന്താ? അത് അള്ളാന്റെ കാവലല്ലേ. അള്ളാന്റെ മലായിക്കത്തിങ്ങളാ നമ്മുടെ അടുക്കലേക്ക് വന്നു നിൽക്കുന്നത്. ആരാ അവരെ പറഞ്ഞയച്ചത്? ജഗന്നിയന്താവായ അള്ളാഹു. അതിനെന്ത് വേണം? ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ പ്രിയമുള്ളവരെ, രാവിലെയും വൈകുന്നേരവും ആയത്തുൽ കുർസി നമ്മൾ പാരായണം ചെയ്യണം. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. അതുപോലെ തന്നെ വൈകുന്നേരവും അസ്ർ നിസ്കാരത്തിന്റെ ശേഷമോ മഗ്രിബ് നിസ്കാരത്തിന് ശേഷമൊക്കെ ആയത്തുൽ കുർസി നമ്മൾ പാരായണം ചെയ്താൽ പിശാച് നമ്മളിലേക്ക് അടുക്കുക പോലുമില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സർവ്വ പിശാചുക്കളുടെ ശർറുകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മളെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. വീട്ടിലേക്ക് ആയത്തുൽ കുർസി ഓതി പാരായണം ചെയ്തു കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാകൂല. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറയണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. അതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. അതോടൊപ്പം തന്നെ ആയത്തുൽ കുർസി പാരായണം ചെയ്ത് നോക്ക്. ഇതൊക്കെ വല്ലാത്ത പ്രയാസമാണ് ഉസ്താദെ, ബുദ്ധിമുട്ടാണ് നിങ്ങൾ ചെയ്യണ്ട. എന്റെ പ്രിയമുള്ളവർ, ഇതൊക്കെ ബുദ്ധിമുട്ടുകളില്ലാതെ അള്ളാഹ് എന്നുള്ള ഒരു ചിന്തയോടുകൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ കാവലാണ്. ദാരിദ്ര്യത്തിൽ നിന്ന്, പട്ടിണിയിൽ നിന്ന് നമ്മൾക്ക് കാവൽ ലഭിക്കും. ആയത്തുൽ കുർസി വീട്ടിലേക്ക് കയറുമ്പോൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ഓതിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു സർവ്വ കടക്കണിയിൽ നിന്നും നാം എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ, നമ്മൾ അങ്ങാടിയിലേക്ക് പോവുകയാണ്, പച്ചക്കറി വാങ്ങാൻ പോവുകയാണ്, ഷോപ്പിങ്ങിന് പോവുകയാണ്, കല്യാണത്തിന് പോവുകയാണ്, ഹൗസ് വാമിങ്ങിന് പോവുകയാണ്, ജോലിക്ക് പോവുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആയത്തുൽ കുർസി ഓതി ഇറങ്ങിക്കോ. വലിയ കാവല് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഒരാൾക്കും നിന്നെ ശല്യപ്പെടുത്താൻ കഴിയൂല.
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ ഭയം മാറാൻ, അല്ലെ, നമുക്ക് ശത്രുക്കളെ ഭയമുള്ള ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ശത്രുക്കളെ ഭയമാണ്, പിശാച് ശല്യമുണ്ട്, ജിന്ന് ബാധ ഉണ്ട്. ജിന്ന് ബാധ എത്തിക്കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതമൊക്കെ തരിപ്പണമായി പോകും, തകർന്നു പോകും. അള്ളാഹു കാക്കട്ടെ. പിശാചുക്കളൊക്കെ നമ്മളെ വീടുകളിൽ കുടിയിരുന്നു കഴിഞ്ഞാൽ ആകെ തകർന്നു പോകൂലേ നമ്മളെ ജീവിതം. അപ്പൊ ഇങ്ങനെയുള്ള ഭയത്തിൽ നിന്ന്, സിഹിറിൽ നിന്ന്, കണ്ണേറിൽ നിന്ന്, പിശാചുക്കളിൽ നിന്ന്, ജിന്നുബാധയിൽ നിന്ന്, മറ്റുള്ള ശത്രുക്കളിൽ നിന്ന്, അസൂയകളിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ ആയത്തുൽ കുർസി നിരന്തരമായി പാരായണം ചെയ്യുക. അള്ളാഹു ആയത്തുൽ കുർസിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ സന്തോഷവും സമാധാനം നൽകട്ടെ. ആ കൂട്ടത്തിൽ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ദാറുൽ മുബീൻ യൂട്യൂബ് ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് നടക്കാറുണ്ട്. സലാത്തുൽ ഫാത്തിഹ ഓതും. 5 മഹാന്മാരുടെ പേരിൽ നമ്മൾ ഫാത്തിഹ ഓതുന്നുണ്ട്. CM വലിയുല്ലാഹി തങ്ങളുടെ പേരില്, അജ്മീർ ഖാജ തങ്ങളുടെ പേരില്, മുത്തുനബിയുടെ പേരില്, മുഹിദ്ദീൻ ഷെയ്ഖിന്റെ പേരില്, മരണപ്പെട്ടവരുടെ പേരില്. ഈ മഹാന്മാരുടെ ബർക്കത്ത് നമ്മളെ മജ്ലിസിൽ എന്നും നിലനിൽക്കുകയാണ്. എല്ലാ ദിവസവും നമ്മൾ രാവിലെ ഒരുമിച്ച് ഓതുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മജ്ലിസ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും ലഭിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ പറയുന്നു, ഉസ്താദെ ടെൻഷനൊക്കെ മാറാൻ ഉസ്താദിന്റെ മജ്ലിസിൽ പങ്കെടുത്താൽ മതി, ടെൻഷൻ ഇങ്ങനെ മാറുന്നതായി കാണാം. വലിയ റാഹത്താണ്. അത് എന്റെ കറാമത്തൊന്നുമല്ല, നമ്മൾ അതിൽ ചെല്ലുന്നത് വലിയ ദിക്റുകളും സ്വലാത്തുകളുമാണ്. സ്വലാത്തുൽ ഫാത്തിഹാണ്, അതിന്റെ ബർക്കത്താണ്. അതുകൊണ്ട് ആ മജ്ലിസിൽ പങ്കെടുക്കാത്തവരൊക്കെ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ആ മജ്ലിസിൽ പങ്കെടുക്കുക. രാവിലെ 6 മണിക്ക് തന്നെ കൃത്യമായി പങ്കെടുക്കാൻ പ്രയാസമുള്ള ആളുകളുണ്ടാവും. കാരണം നിങ്ങൾ പല മജ്ലിസുകളിലും പങ്കെടുക്കുന്നവരായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഒഴിഞ്ഞിരിക്കുമ്പോഴെങ്കിലും ആ മജ്ലിസിൽ ഒന്ന് പങ്കെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ മജ്ലിസ് നിങ്ങളെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ രക്ഷപ്പെടും. ഇൻഷാ അല്ലാഹ് CM വലിയുല്ലാഹി തങ്ങളെ ബർക്കത്ത് ഉണ്ടാകും, അജ്മീർ ഖാജ തങ്ങളെ ബർക്കത്ത് നിങ്ങൾക്ക് ലഭിക്കും, മുത്തുനബിയുടെ ബർക്കത്ത് ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ ആയത്തുൽ കുർസി നാം ഓതേണ്ട മറ്റൊരു സമയമാണ് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ. നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് കറിയുണ്ടാക്കി, കൂട്ടാനുണ്ടാക്കി, അതുപോലെ ചോറ് വെച്ചാൽ ആയത്തുൽ കുർസി ഓതി അതിൽ മന്ത്രിക്കുക. എന്നാൽ നാം ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ വലിയ ബർക്കത്ത് ഉണ്ടാകും. അത് ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. മരണമാസന്നമായ ഒരു അടുക്കൽ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. എന്നാൽ അവരുടെ ഖബറിൽ അവർക്ക് നല്ല രക്ഷ നൽകും, നല്ല റാഹത്തോടുകൂടെ മരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പിശാചുക്കളോ ഒക്കെ ഓടിപ്പോകും ആയത്തുൽ കുർസി നമ്മൾ പാരായണം ചെയ്താൽ. അപ്പോൾ ആയത്തുൽ കുർസി ജീവിതത്തിൽ പകർത്തുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച അസ്ർ നിസ്കാരത്തിന്റെ ശേഷം 70 പ്രാവശ്യം പാരായണം ചെയ്തുകൊണ്ട് ദുആ ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവെ, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. രാവിലെ 6 മണിക്ക് നടക്കുന്ന ആ വിശാലമായ ദിക്ർ ദുആ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ നീ ഖൈറിന്റെ വെളിച്ചം തുറന്നു കൊടുക്കണേ അല്ലാ. മഹാന്മാരെ ബർക്കത്ത് നൽകണേ അല്ലാ. ഈ മജ്ലിസിൽ, ഈ ക്ലാസ്സിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാവിധ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. നമ്മളെ ക്ലാസ്സിൽ തുടക്കത്തിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. എന്താണ് ക്വസ്റ്റ്യൻ? നിസ്കാരത്തിലെ അബ്ആദ് സുന്നത്തുകൾ മറന്നു കഴിഞ്ഞാൽ അതിന് പകരമായി നമ്മൾ അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം 2 സുജൂദ് ചെയ്യാറുണ്ട്. അഥവാ കുനൂത്ത് മറന്നാൽ, ഒന്നാമത്തെ അത്തഹിയാത്ത് മറന്നു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരമാണ് സലാം വീട്ടുന്നതിന്റെ മുമ്പ് 2 സുജൂദ് ചെയ്യുക എന്നുള്ളത്. ആ സുജൂദിന്റെ പേര് സഹ്വിന്റെ സുജൂദ് എന്നാണ്. ഒരുപാട് ആളുകൾ നല്ല കമന്റുകൾ എഴുതി വിട്ടിട്ടുണ്ട്, നല്ല രൂപത്തിൽ ആൻസർ എഴുതി വിട്ടിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. എന്താണ് ആ സുജൂദിന്റെ പേര്? സഹ്വിന്റെ സുജൂദാണ്. ആ സുജൂദിൽ എന്താണ് ചൊല്ലേണ്ടത്? പല ആളുകളെയും സംശയമാണ്. ഏറ്റവും നല്ലത് നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിൽ ചൊല്ലുന്ന ദിക്റില്ലേ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വ ബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വ ബിഹംദി, അത് 3 പ്രാവശ്യം പറഞ്ഞാൽ മതി എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.